സംഖ്യാപുസ്തകം അധ്യായം 32. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്നു. മോശയോടും പുരോഹിതനായ എലയാസാരിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദാരോത്ത്, ദീബോൻ, യസേർ, നിമ്ര, ഹെശ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകൾ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരേണം. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്: നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഒറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബർണയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്തു കൽപ്പിച്ചത്. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറ എല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രായേലിൻ്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്: ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താന്താൻ്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാൻ അക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോട് കൂടെ അവകാശം വാങ്ങുകയില്ല. കിഴക്ക് യോർദാൻ ഇക്കരെ ഞങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ. അതിന് മോശെ അവരോട് പറഞ്ഞത്: നിങ്ങൾ ഈ കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യഹോവ തൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങളെല്ലാവരും അവൻ്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാൻ അക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുമ്പാകെ കീഴമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രായേലിൻ്റെയും മുമ്പാകെ കുറ്റമില്ലാത്തവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം യഹോവയുടെ മുമ്പാകെ നിങ്ങളുടെ അവകാശമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളുവിൻ. ഗാദ്യരും രൂബേന്യരും മോശയോട്: യജമാനൻ കൽപ്പിക്കുന്നത് പോലെ അടിയങ്ങൾ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗിലെയാദിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. അടിയങ്ങളോ യജമാനൻ കൽപ്പിക്കുന്നത് പോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. ആകയാൽ മോശെ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസാരിനോടും നൂന്റെ മകനായ യോശുവയോടും ഇസ്രായേൽ മക്കളുടെ ഗോത്ര പ്രധാനികളോടും കൽപ്പിച്ചതെന്തെന്നാൽ: ഗാദ്യരും രൂബേന്യരും ഓരോരുത്തൻ യുദ്ധസന്നദ്ധനായി യഹോവയുടെ മുമ്പാകെ നിങ്ങളോട് കൂടെ യോർദാൻ അക്കരെ കടന്നു പോരുകയും ദേശം നിങ്ങളുടെ മുമ്പാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലെയാദ് ദേശം അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോട് കൂടെ യുദ്ധസന്നദ്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്തു തന്നെ ആയിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിന്: യഹോവ അടിയങ്ങളോട് അരുളി ചെയ്തതുപോലെ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു.
അപ്പോൾ മോശ ഗാദ്യർക്കും രൂബേന്യർക്കും യോസെഫിൻ്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമോരി രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിൻ്റെ രാജ്യവുമായ ദേശവും അതിൻ്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ഗാദ്യർ ദീബോൻ, അദാരോത്ത്, അരോയേർ, അത്രോത്ത്, ഷോഫാൻ, യസേർ, യൊഗ്ബഹ, ബേത് നിമ്ര, ബേത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിതു. രൂബേന്യർ ഹെശ്ബോനും എലയാലെയും കിര്യത്തവിയും പേരുമാറ്റിക്കളഞ്ഞ നെബോ, ബാൽമയോൻ എന്നിവയും സിബ്മയും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഖീരിന്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അതിനെ അടക്കി. അവിടെ പാർത്തിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മോശെ ഗിലെയാദ് ദേശം മനശ്ശെയുടെ മകനായ മാഖീരിന് കൊടുത്തു. അവൻ അവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായ യായീർ ചെന്ന് അതിലെ ഊരുകളെ അടക്കി. അവയ്ക്ക് ഹവവോത്ത് യായീർ, യായീരിന്റെ ഊരുകൾ എന്ന് പേരിട്ടു. നോബഹ് ചെന്ന് കെനാത്ത് പട്ടണവും അതിൻ്റെ ഗ്രാമങ്ങളും അടക്കി. അതിന് തൻ്റെ പേരിൻ പ്രകാരം നോബഹ് എന്ന് പേരിട്ടു. അധ്യായം 33. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ ആവിത്. 1-ാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ രമസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏഥാമിൽ പാളയമിറങ്ങി. ഏഥാമിൽ നിന്ന് പുറപ്പെട്ട് ബാൽ സെഫോനെതിരെ ഉള്ള പീഹാ ഹീരോത്തിന് തിരിഞ്ഞു വന്നു. അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പീഹാ ഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് ഏഥാമ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മാറയിൽ പാളയമിറങ്ങി. മാറയിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിലെത്തി. ഏലീമിൽ 12 നീരറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദൊഫ്കയിൽ പാളയമിറങ്ങി. ദൊഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആലൂഷിൽ പാളയമിറങ്ങി. ആലൂഷിൽ നിന്ന് പുറപ്പെട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പാളയമിറങ്ങി. സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കിബ്രോത്ത് ഹത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസേരോത്തിൽ പാളയമിറങ്ങി. ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് റിത്മയിൽ പാളയമിറങ്ങി. റിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൻ പേരസിൽ പാളയമിറങ്ങി. റിമ്മോൻ പേരസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റിസയിൽ പാളയമിറങ്ങി. റിസയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാഥയിൽ പാളയമിറങ്ങി. കെഹേലാഥയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഖ്ഹേലോത്തിൽ പാളയമിറങ്ങി. മഖ്ഹേലോത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളയമിറങ്ങി. താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനയിൽ പാളയമിറങ്ങി. ഹഷ്മോനയിൽ നിന്ന് പുറപ്പെട്ട് മോസേരോത്തിൽ പാളയമിറങ്ങി. മോസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനേയാക്കാനിൽ പാളയമിറങ്ങി. ബെനേയാക്കാനിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹഗിത് ഗാദിൽ പാളയമിറങ്ങി. ഹോർ ഹഗിത് ഗാദിൽ നിന്ന് പുറപ്പെട്ട് യൊത്ബാഥയിൽ പാളയമിറങ്ങി. യൊത്ബാഥയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങി. അബ്രോനയിൽ നിന്ന് പുറപ്പെട്ട് എസ്വാൻ ഗേബരിൽ പാളയമിറങ്ങി. എസ്വാൻ ഗേബരിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം ദേശത്തിൻ്റെ അതിരിങ്കൽ ഹോർ പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. പുരോഹിതനായ അഹരോൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ച് മരിച്ചു.
അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ ആരാദ് രാജാവ് ഇസ്രായേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു. ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ട് സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനയിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിന്റെ അതിരിങ്കൽ ഇയെ അബാരീമിൽ പാളയമിറങ്ങി. ഇയമിൽ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോദി ബ്ലാഥയീമിൽ പാളയമിറങ്ങി. അൽമോദി ബ്ലാഥയീമിൽ നിന്ന് പുറപ്പെട്ട് നെബോവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ ബേത് യെശീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ പാളയമിറങ്ങി. യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളി ചെയ്തത്: നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്നത് എന്തെന്നാൽ, നിങ്ങൾ യോർദാൻ അക്കരെ കനാൻ ദേശത്തേക്ക് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ചു കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടി പാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബം കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറെയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവൻ്റെ അവകാശം ആയിരിക്കണം. പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോട് ചെയ്യും. അധ്യായം 34. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടതെന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്തെത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിൻ്റെ അതിർ ഇങ്ങനെ ആയിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിൻ്റെ വശത്തുകൂടി ആയിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റം തുടങ്ങി ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർണയുടെ തെക്ക് അവസാനിക്കണം. അവിടെ നിന്ന് ഹസർ അദ്ദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം. പിന്നെ അതിർ അസ്മോൻ തുടങ്ങി മിസ്രയീം തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിങ്കിൽ അവസാനിക്കണം. പടിഞ്ഞാറോ മഹാസമുദ്രം അതിർ ആയിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറെ അതിർ. വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരാക്കണം. ഹോർ പർവ്വതം മുതൽ ഹമാത്ത് വരെ അതിരാക്കണം. സെദാദിൽ ആ അതിർ അവസാനിക്കണം. പിന്നെ അതിർ സെഫ്രോൻ വരെ ചെന്ന് ഹസാർ ഏനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കേ അതിർ. കിഴക്കോ ഹസാർ ഏനാൻ തുടങ്ങി ഷെഫാം വരെ നിങ്ങളുടെ അതിരാക്കണം. ഷെഫാം തുടങ്ങി ആ അതിർ അയീൻ്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്നിട്ട് കിന്നേരത്ത് കടലിൻ്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലിങ്കിൽ അവസാനിക്കണം. ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിൻ്റെ അതിർ ആയിരിക്കണം. മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത് നിങ്ങൾക്ക് ചീട്ടിനാൽ അവകാശമായി ലഭിക്കാനുള്ളതായി യഹോവ 9 ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതുതന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും താങ്കളുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിന് അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യെരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെ ആയിരുന്നു. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്: നിങ്ങൾക്ക് ദേശം വിഭാഗിച്ച് തരേണ്ടുന്നവരുടെ പേരുകൾ ആവിത്: പുരോഹിതനായ എലയാസാരും നൂൻ്റെ മകനായ യോശുവയും ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെല്ലാം എന്നാൽ, യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ശിമിയോൻ ഗോത്രത്തിൽ അമ്മീഹൂദിൻ്റെ മകൻ ശെമുവേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ കിസ്ലോൻ്റെ മകൻ എലീദാദ്, ദാൻ ഗോത്രത്തിനുള്ള പ്രഭു യൊഗ്ലിയുടെ മകൻ ബുക്കി, യോസേഫിൻ്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിനുള്ള പ്രഭു എഫോദിൻ്റെ മകൻ ഹാനിയേൽ, എഫ്രൈം ഗോത്രത്തിനുള്ള പ്രഭു ഷിഫ്താൻ്റെ മകൻ കെമുവേൽ, സെബുലൂൻ ഗോത്രത്തിനുള്ള പ്രഭു
പർനാക്കിൻ്റെ മകൻ എലിസഫാൻ. ഇസാഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസാന്റെ മകൻ പൽത്തിയേൽ. ആശേർ ഗോത്രത്തിനുള്ള പ്രഭു ശെലോമിയുടെ പുത്രൻ അഹിഹൂദ്. നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമ്മീഹൂദിന്റെ മകൻ പെദഹേൽ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ. അധ്യായം 35. യഹോവ പിന്നെയും യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിപ്പാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് കൽപ്പിക്കാം. പട്ടണങ്ങളോട് കൂടെ അവയുടെ പുൽപ്പുറവും നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കണം. പട്ടണങ്ങൾ അവർക്ക് പാർപ്പിടമായിരിക്കണം. അവയുടെ പുൽപ്പുറം ആടുമാടുകൾ മുതലായ സകല മൃഗസമ്പത്തിനും വേണ്ടി ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കേണ്ടുന്ന പുൽപ്പുറം പട്ടണത്തിൻ്റെ മതിലിങ്കൽ തുടങ്ങി പുറത്തോട്ട് ചുറ്റും 1000 മുഴം വിസ്താരം ആയിരിക്കണം. പട്ടണം നടുവാക്കി അതിന് പുറമെ കിഴക്കോട്ട് 2000 മുഴവും തെക്കോട്ട് 2000 മുഴവും പടിഞ്ഞാറോട്ട് 2000 മുഴവും വടക്കോട്ട് 2000 മുഴവും അളക്കണം. ഇത് അവർക്ക് പട്ടണങ്ങളുടെ പുൽപ്പുറം ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണം. കൊല ചെയ്തവൻ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നിങ്ങൾ അവയെ അവന് വേണ്ടി വേർതിരിക്കണം. ഇവ കൂടാതെ നിങ്ങൾ വേറെയും 42 പട്ടണങ്ങളെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളെല്ലാം കൂടെ 48 ആയിരിക്കണം. അവയും അവയുടെ പുൽപ്പുറങ്ങളും കൊടുക്കണം. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ നിന്ന് ജനമേറിയവർ ഏറെയും ജനം കുറഞ്ഞവർ കുറേയും പട്ടണങ്ങൾ കൊടുക്കണം. ഓരോ ഗോത്രം തനിക്ക് ലഭിക്കുന്ന അവകാശത്തിനൊത്തവണ്ണം ലേവ്യർക്ക് പട്ടണങ്ങളെ കൊടുക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്തെത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം. കൊല ചെയ്തവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരം ആയിരിക്കണം. യോർദാൻ അക്കരെ 3 പട്ടണവും കനാൻ ദേശത്ത് 3 പട്ടണവും കൊടുക്കണം. അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊല്ലുന്നവൻ ഏവനും അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് ഈ 6 പട്ടണം ഇസ്രായേൽ മക്കൾക്കും പരദേശിക്കും വന്നു പാർക്കുന്നവനും സങ്കേതം ആയിരിക്കണം. എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ടവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. അല്ലെങ്കിൽ മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും കയ്യിലിരുന്ന മരയായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. രക്തപ്രതികാരകൻ തന്നെ കൊലപാതകനെ കൊല്ലേണം. അവനെ കണ്ടുകൂടുമ്പോൾ അവനെ കൊല്ലേണം. ആരെങ്കിലും ദ്വേഷം നിമിത്തം ഒരുത്തനെ കൊത്തുകയോ കരുതിക്കൂട്ടി അവൻ്റെ മേൽ വല്ലതും എറുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ശത്രുതയാൽ കൈകൊണ്ടവനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവനെ കൊന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ കൊലപാതകൻ. രക്തപ്രതികാരകൻ കൊലപാതകനെ കണ്ടുകൂടുമ്പോൾ കൊന്നുകളയണം. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്നൊരുത്തനെ കൊത്തുകയോ കരുതാതെ വല്ലതും അവൻ്റെ മേൽ എറിഞ്ഞു പോകുകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കാതെയും അവൻ മരിപ്പാൻ തക്കവണ്ണം അവനെ കാണാതെ കല്ലെറിയുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ, കൊല ചെയ്തവനും രക്തപ്രതികാരകനും മധ്യേ ഈ ന്യായങ്ങളെ അനുസരിച്ച് സഭ വിധിക്കണം. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർ വിട്ട് പുറത്തു വരികയും അവനെ അവന്റെ സങ്കേത നഗരത്തിന്റെ അതിരിന് പുറത്തു വെച്ച് കണ്ട് രക്തപ്രതികാരകൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല. അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തൻ്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു. എന്നാൽ കൊല ചെയ്തവന് മഹാപുരോഹിതന്റെ മരണശേഷം തൻ്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. ഇത് നിങ്ങൾക്ക് തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ന്യായവിധിക്കുള്ള പ്രമാണം ആയിരിക്കണം. ആരെങ്കിലും ഒരുത്തനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം.
എന്നാൽ ഒരു മനുഷ്യൻ്റെ നേരെ മരണശിക്ഷയ്ക്ക് ഏകസാക്ഷിയുടെ മൊഴി മതിയാകുന്നതല്ല. മരണയോഗ്യനായ കൊലപാതകന്റെ ജീവനു വേണ്ടി നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. അവൻ മരണശിക്ഷ തന്നെ അനുഭവിക്കണം. സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോയവൻ പുരോഹിതന്റെ മരണത്തിനു മുമ്പേ നാട്ടിൽ മടങ്ങി വന്ന് പാർക്കേണ്ടതിനും നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. നിങ്ങൾ പാർക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത്. രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു. ദേശത്തിൽ ചൊരിഞ്ഞ രക്തത്തിനു വേണ്ടി രക്തം ചൊരിയിച്ചവന്റെ രക്തത്താൽ അല്ലാതെ ദേശത്തിന് പ്രായശ്ചിത്തം സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അധിവസിക്കുന്ന നിങ്ങളുടെ പാർപ്പിടമായ ദേശം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ മധ്യേ യഹോവയായി ഞാൻ അധിവസിക്കുന്നു. അധ്യായം 36. യോസേഫിന്റെ മക്കളുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മക്കളുടെ കുടുംബത്തലവന്മാർ അടുത്തുവന്ന് മോശയുടെയും ഇസ്രായേൽ മക്കളുടെ ഗോത്ര പ്രധാനികളായ പ്രഭുക്കന്മാരുടെയും മുമ്പാകെ പറഞ്ഞത്: ഇസ്രായേൽ മക്കൾക്ക് ദേശം ചീട്ടിട്ട് അവകാശമായി കൊടുപ്പാൻ യഹോവ യജമാനനോട് കൽപ്പിച്ചു. ഞങ്ങളുടെ സഹോദരനായ ശെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുപ്പാൻ യജമാനന് യഹോവയുടെ കൽപ്പനയുണ്ടായി. എന്നാൽ അവർ ഇസ്രായേൽ മക്കളുടെ മറ്റ് ഗോത്രങ്ങളിലെ പുരുഷന്മാരിൽ വല്ലവർക്കും ഭാര്യമാരായാൽ അവരുടെ അവകാശം ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും അവർ ചേരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് കൂടുകയും ചെയ്യും. ഇങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഓഹരിയിൽ നിന്ന് പോയി പോകും. ഇസ്രായേൽ മക്കളുടെ യോബേൽ സംവത്സരം വരുമ്പോൾ അവരുടെ അവകാശം അവർ ചേരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് കൂടുകയും അങ്ങനെ അവരുടെ അവകാശം ഞങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യും. അപ്പോൾ മോശ യഹോവയുടെ വചനപ്രകാരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്: യോസേഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. യഹോവ ശെലോഫഹാദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായിരിക്കട്ടെ, എങ്കിലും തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ആകാവൂ. ഇസ്രായേൽ മക്കളുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറരുത്. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ്റെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താൻ്റെ പിതാക്കന്മാരുടെ അവകാശം കൈവശമാക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ യാതൊരു ഗോത്രത്തിലും അവകാശം ലഭിക്കുന്ന ഏത് കന്യകയും തൻ്റെ പിതൃഗോത്രത്തിലെ ഒരു കുടുംബത്തിൽ ഒരുത്തന് ഭാര്യയാകണം. അങ്ങനെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറാതെ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഓരോരുത്തൻ താൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ശെലോഫഹാദിന്റെ പുത്രിമാർ ചെയ്തു. ശെലോഫഹാദിന്റെ പുത്രിമാരായ മഹ്ള, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി. യോസേഫിന്റെ മകനായ മനശ്ശെയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ അവർ ഭാര്യമാരാകുകയും അവരുടെ അവകാശം അവരുടെ പിതൃകുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. എരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശമുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ഇവ തന്നെ.